ഹായ്, സഹദേവ് മാഷാണേ. കഴിഞ്ഞ തവണത്തെ എപ്പിസോഡിൽ ഒരു പഠനോപകരണം എങ്ങനെ ഉപയോഗിക്കണം എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ചും LP തലത്തിലും UP തലത്തിലും ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു പുതിയ തരത്തിലുള്ള ഒരു ഫ്രാക്ഷൻ ഡിസ്ക് കണ്ടെത്തിയ കഥ. അപ്പോൾ ഇത് ടീച്ചേഴ്സൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഏതൊക്കെ പാഠഭാഗങ്ങളിൽ ഏതൊക്കെ ആശയങ്ങൾ കൃത്യമായി ഇതിൽ കയറി വരുന്നുണ്ട്, കൃത്യമായി കുട്ടികൾക്ക് കണ്ടുകൊണ്ട് തന്നെ ഗണിതാശയങ്ങൾ രൂപീകരിക്കാൻ, ചെയ്തുകൊണ്ട് തന്നെ ഗണിതാശയങ്ങൾ രൂപീകരിക്കാൻ പറ്റുന്ന ഒരു വർക്കിംഗ് മോഡലായിട്ടുള്ള ഫ്രാക്ഷൻ ഡിസ്കായിരുന്നു ഞാൻ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ അതിലെല്ലാ കാര്യങ്ങളും എനിക്ക് പറയാൻ പറ്റിയില്ല, കാരണം വീഡിയോയുടെ ലെങ്ത് കൂടിയാൽ അത് കാണുന്നവർക്ക് ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പകുതി ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഏറ്റവും പ്രധാനമായി ഇത് കാണുന്നവർ ടീച്ചേഴ്സും രക്ഷിതാക്കളുമാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. പ്രത്യേകിച്ചും പുതിയ തലമുറയിലുള്ള ടീച്ചേഴ്സ്. അപ്പോൾ ഇങ്ങനെയൊരു രൂപം ഉപയോഗിക്കുമ്പോൾ, പ്രത്യേകിച്ചും 4ാം ക്ലാസ്സിലാണെന്നൊന്നും നേരത്തെ 3ാം ക്ലാസ്സിലുണ്ടായത്, 3ാം ക്ലാസ് 4ാം ക്ലാസ് മുതലാണ് ഫ്രാക്ഷൻ തുടങ്ങുന്നത്. അത് ചെറിയ ചെറിയ ഭാഗങ്ങളായി പിന്നീടത് സ്പൈറൽ രീതിയിൽ വളർന്ന് പല ക്ലാസ്സുകളിലേക്ക് പലതരത്തിൽ ഉയർന്നുയർന്നു വരുന്നതാണ് ആ രീതി. അപ്പോൾ ചെറിയ 3-4 ക്ലാസ്സുകളിൽ ചെറിയ രൂപത്തിലുള്ള പ്രവർത്തനമാണ് വേണ്ടത്. അപ്പോൾ 3ാം ക്ലാസ്സിലായാലും 4ാം ക്ലാസ്സിലായാലും 5ാം ക്ലാസ്സിലായാലും ഫ്രാക്ഷൻ്റെ അവതരണം കുട്ടി ഭിന്നസംഖ്യകളുമായി പരിചയപ്പെടുത്തുന്നത് അത് ഒന്നിൽ കുറവായത് എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. ഒന്ന് മുഴുവനാവാതെ അല്ലെങ്കിൽ മുഴുവൻ്റെ ഭാഗമായിട്ടാണ് ഭിന്നസംഖ്യകൾ എന്നുള്ള രൂപത്തിലാണ്. അപ്പോൾ മുഴുവൻ്റെ ഭാഗമാണ് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ ഒന്നിൻ്റെ ഭാഗമാണ് ഭിന്നസംഖ്യകൾ എന്ന് പറഞ്ഞ് അവതരിപ്പിക്കണമെങ്കിൽ അതിൽ കൃത്യമായി ഒന്നിൻ്റെ ഭാഗമായിട്ട് തന്നെ കുട്ടിയുടെ മുമ്പിലെത്തണം എന്നുള്ളതാണ്. ഞാനിത് പറയുന്നത് നേരത്തെ വീഡിയോയിൽ പറയാൻ പറ്റാത്തതായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ ലെങ്ത്തിൻ്റെ ചില പ്രശ്നം. അപ്പോൾ നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു ഭിന്നസംഖ്യകൾ അവതരിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് പഠനോപകരണങ്ങളൊന്നും കരുതിയിട്ടില്ല എങ്കിൽ ടീച്ചേഴ്സ് സാധാരണ ചെയ്യുന്ന ഒരു വിദ്യ, ഒരു പേപ്പർ, മിക്കവാറും കുട്ടികളുടെ അടുത്തുള്ള പേപ്പർ അല്ലെങ്കിൽ ക്ലാസ് റൂമിൽ ലഭ്യമായ പേപ്പർ എന്ന് പറഞ്ഞാൽ ഒരു ദീർഘചതുരത്തിലുള്ള പേപ്പറായിരിക്കും. ഇനിയല്ല സമയതരത്തിലുള്ള പേപ്പറായാലും കുഴപ്പമില്ല. ഒരു ചതുരാകൃതിയിലുള്ള രൂപങ്ങളാണ് നമുക്ക് ക്ലാസ് റൂമിൽ എളുപ്പം ലഭ്യമാവുന്നത് എന്നതുകൊണ്ട് ചിലപ്പോൾ ടീച്ചർ ആ A4 പേപ്പർ ആ ടൈപ്പിലുള്ള ഒന്നാണ് എടുക്കുന്നതെന്ന് വിചാരിക്കുക. അതായത് എന്തുകൊണ്ട് വൃത്തഭാഗം തന്നെ സ്വീകരിക്കുന്നു എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ എൻ്റെ നേരെ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തിനാണ് ഇത് വൃത്തത്തിൽ തന്നെ എടുക്കുന്നത്? ഇത് ചതുരത്തിലായാലെന്താ, ത്രികോണത്തിലായാലെന്താ, നീളത്തിലായാലെന്താ? തീർച്ചയായിട്ടും ഇതെല്ലാം പറ്റും. പക്ഷേ തുടക്കത്തിൽ നിർബന്ധമായിട്ടും എന്തുകൊണ്ട് വൃത്തരൂപം സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്നിൻ്റെ ഭാഗമാണ് ഭിന്നസംഖ്യകൾ അല്ലെങ്കിൽ മുഴുവൻ്റെ ഭാഗമാണ് ഭിന്നസംഖ്യകൾ എന്ന് വെച്ചാൽ ഒന്ന് തികയില്ല, മുഴുവനാകാൻ ഇനിയും വേണം എന്നുള്ള രൂപത്തിലാണ് സാധാരണ ഭിന്നങ്ങൾ തുടക്കത്തിലതാണ് സാധാരണ ഭിന്നമായിട്ട് അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഭിന്നസംഖ്യ സാധാരണ ഭിന്നം അംശം ചെറുതും ഛേദം വലുതുമായ ഭിന്നസംഖ്യകളാണ് ആദ്യഘട്ടത്തിൽ അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 1/2, 1/3, 1/4, 2/3, 2/5 അത്തരത്തിൽ അംശം ചെറുതും ഛേദം വലുതുമായ ഭിന്നസംഖ്യകൾ അവതരിപ്പിക്കുമ്പോൾ എപ്പോഴും ഒന്നിൽ കുറവാണ് എന്നുള്ള ആശയം കുട്ടിയിലെത്തണം. ഒരു ക്ലാസ് റൂമിൽ ഏറ്റവും എളുപ്പം ലഭിക്കുന്ന ഒരു പഠനോപകരണമാണ് ഒരു പേപ്പർ. അപ്പോൾ പേപ്പർ കൊണ്ടും നമുക്ക് ചെയ്യാം. ഏറ്റവും എളുപ്പ വഴിയിൽ പേപ്പർ എടുക്കുമ്പോൾ എന്താണ് അപകടമുണ്ടാവുന്നതെന്ന് നിങ്ങളെന്ന് ബോധ്യപ്പെടുത്താനാണ്, ടീച്ചേഴ്സിനെയും രക്ഷിതാക്കളെയും ബോധ്യപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു ശ്രമം നടത്തുന്നത്. ഇതാ എൻ്റെ കയ്യിലൊരു A4 സൈസിലുള്ളൊരു ഷീറ്റ് പേപ്പറാണ്. അപ്പോൾ നമുക്ക് അവതരിപ്പിക്കേണ്ടത് 1/2 ആണ്. 2-1 ഒന്നിനെ, അതായത് ഒരു പേപ്പറിനെ
രണ്ട് തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം ഇതാ ഒന്നിങ്ങനെ മടക്കിയതിന് ശേഷം ഇത് മുറിച്ച് മാറ്റുകയാണ്. അപ്പോൾ രണ്ട് രണ്ടിലൊന്നുകളായി. അപ്പോൾ ഒന്ന് അതിൻ്റെ പകുതി. അപ്പോൾ 1/2 എന്നുള്ള രൂപത്തിൽ ടീച്ചർക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ് ഇങ്ങനെയൊരു കാര്യം. ഇനി നോക്ക്, 4/1 കാണിക്കാൻ വേണ്ടി വേഗം ഇങ്ങനെ മടക്കാം. ഇപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന പേപ്പറിൻ്റെ 4/1 ഭാഗമാണ് കാണുന്നത്. യെസ്. അപ്പോൾ 1നെ 4 തുല്യ ഭാഗമാക്കിയത് കാണാം. 1നെ 2 തുല്യ ഭാഗമാക്കിയതിലൊരു ഭാഗം 2/1, ഇത് 4/1. ഇത് ക്ലാസ് റൂമിൽ ഏറ്റവും എളുപ്പം ലഭിക്കുന്ന ഒരു പഠനോപകരണം. ഇത് പഠനോപകരണം തന്നെയാണ്, പഠനോപകരണം ഉപയോഗിച്ച് ചെയ്തതാണ്. ഇനി ഞാനത് മറ്റൊരു ഉപകരണം ഉപയോഗിച്ച് കാണിക്കുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾ പറയണം. ഇതും നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാണ്, ഒരു പൂർണ്ണവൃത്താണ്. അതിനെ 2 തുല്യ ഭാഗമാക്കിയിട്ടുണ്ട്. പിന്നെ ഈ രൂപത്തിൽ മടക്കി 2/1 അവതരിപ്പിക്കുകയാണ്. 1നെ 2 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. ഇതും അങ്ങനെ തന്നെ. 1നെ 2 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം എന്ന് നിങ്ങൾ പറയും. 2/1 എന്ന വൃത്തത്തിൽ കാണിക്കുമ്പോൾ മാത്രമേ ഒന്നാവാൻ ഇനിയും ഇത്ര തന്നെ വേണം എന്നുള്ള ആശയം കുട്ടിയിലേക്ക് എത്തുന്നുള്ളൂ. അത് ടീച്ചർ പറയാണ്ട് തന്നെ കുട്ടിയിലേക്ക് എത്തുന്നതാണ്. ഒന്നാവാൻ ഇത്ര തന്നെ ഇനിയും വേണം. കാരണം ഇത് അപൂർണമായ കഷ്ണമാണ്. ഈ വൃത്തം പൂർണ്ണമല്ല, അപൂർണ്ണമാണ്, അർദ്ധവൃത്താണ്, പകുതിയേ ഉള്ളൂ. ഒരു പകുതിയും കൂടി വെച്ചാൽ മാത്രമേ പൂർണ്ണമാവൂ, ഒന്ന് മുഴുവനാവൂ എന്നുള്ള ആശയം ടീച്ചർ പറഞ്ഞില്ലെങ്കിലും കുട്ടിയുടെ മനസ്സിലേക്ക് കയറും. ഇതോ 1 2 തുല്യ ഭാഗമാക്കിയതിലൊരു ഭാഗം. ഈ ആശയം, ഞാൻ പറഞ്ഞ ആശയം ഇതിലേക്ക് വരുന്നുണ്ടോ എന്നാണ് നിങ്ങളൊരു ടീച്ചർ എന്നുള്ള നിലക്കും രക്ഷിതാക്കൾ എന്നുള്ള നിലക്കും ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഒരിക്കലും അത് വരില്ല. കാരണം ഇത് പൂർണ്ണമായ രൂപം തന്നെയാണ്. 1 അത് 2/1 പൂർണ്ണമായ ഷേപ്പുള്ള ആ നേരത്തെ അതേ തരത്തിലുള്ള ഷേപ്പ് തന്നെയാണ്, വലുപ്പം കുറഞ്ഞിട്ടുണ്ട്. ഇനി അതിനെ 4 തുല്യ ഭാഗമാക്കുമ്പോൾ അപ്പോഴും ഷേപ്പിന് മാറ്റം വന്നിട്ടില്ല, അപൂർണ്ണമല്ല, പൂർണ്ണം തന്നെയാണ്. അപ്പോൾ തുടക്കത്തിൽ ഇത് പിന്നീട്, അതായത് കുട്ടി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, ആ ആശയം മനസ്സിലാക്കിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉപയോഗിക്കാം. ആദ്യഘട്ടത്തിൽ 1/2 എന്ന് പറയുമ്പോൾ 1നെ 2 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം കാണുമ്പോൾ വൃത്തരൂപത്തിലാവുമ്പോൾ ഒന്നാവാൻ ഇത്ര തന്നെ ഇനിയും വേണ്ടതുണ്ട് എന്ന് കുട്ടി മനസ്സിലാക്കുകയാണ്. അത് പറഞ്ഞിട്ടില്ലെങ്കിലും കുട്ടിയുടെ മനസ്സിലേക്ക് കയറുന്ന ഒരാശയമാണ്. അത്ര തന്നെ വരുമ്പോൾ ഒന്ന് മുഴുവനാവാൻ ഇങ്ങനെയാണ്. ഇതേപോലെ 3/1 3/2 അവതരിപ്പിച്ചാൽ 3/3 ആയാൽ മാത്രമേ ഒന്നാവൂ. ഒന്നാവാൻ ഇത്ര കഷ്ണം ബാക്കിയുണ്ട് എന്ന് വെച്ചാൽ ഇത് 1 കുറവാണ്. എത്ര കുറവാണ്? ഇത്ര ഭാഗം കുറവാണ്. ഇത്രയും കൂടെ വന്നാൽ കഴിഞ്ഞാൽ മാത്രമേ ഒന്ന് മുഴുവനാവൂ. അപ്പോൾ ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എന്തുകൊണ്ട് ഈ രൂപം എടുത്തുകൂടാ, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള രൂപം എടുക്കരുതെന്ന് പറയുന്നത്. ഇത് പകുതിയായാലും 4/1 3/1 എല്ലാം ചതുരം തന്നെയാണ് കിട്ടുക. ഒരു ചതുരം എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണതയുള്ള രൂപമാണ്. നമുക്ക് 1/2 അല്ലെങ്കിൽ 1/3 എന്ന് പറയുമ്പോൾ അത് അപൂർണമായ രൂപമാണ് വേണ്ടത്. അപൂർണമായിരിക്കണം. പൂർണ്ണമായാലേ അത് ഒന്നാവൂ. മുഴുവനായാൽ ഇങ്ങനെ തന്നെ. അപ്പോൾ ഇങ്ങനെ വരുന്ന ഭാഗം അവിടെ ഒഴിച്ചിടണം. ഇവിടെ അത് സാധിക്കില്ലല്ലോ. ഇത് ചതുരാകുമ്പോൾ ഒരിക്കലും അത് പറ്റില്ല. ത്രികോണായാലും മറ്റേത് ഷേപ്പായാലും ബുദ്ധിമുട്ട് തന്നെയാണ്. അത് ഏറ്റവും നന്നായിട്ട് പ്രതിഫലിപ്പിക്കുന്നത് വൃത്തമാണ് എന്നുള്ളത് കൊണ്ടാണ് വൃത്തരൂപം തന്നെ സ്വീകരിക്കണമെന്ന് ആദ്യഘട്ടത്തിൽ. പിന്നീട് നിങ്ങൾക്ക് എന്തും ചെയ്യാം. ആദ്യഘട്ടത്തിൽ വൃത്തരൂപം തന്നെ സ്വീകരിക്കണമെന്ന് പറയുന്നത്. അതുപോലെ 1/3 1/4 ചേർത്ത് വെക്കും. 1/4 1/3 കൂട്ടുമ്പോൾ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ട്രാൻസ്പെറൻറ്റ് ഡിസ്ക് പ്രയോജനപ്പെടുത്തുന്നത്? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒറ്റ ഉദാഹരണം മാത്രമേ കാണിച്ചിട്ടുള്ളൂ.
ഞാനത് ഇവിടെ വ്യക്തമായിട്ട് കാണിച്ചു തരാം. ഒന്നിനെ 4 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം 4/1, ഒന്നിനെ 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം 3/1, 1/3. യെസ്, ഇത് രണ്ടും ചേർത്ത് വെക്കുക. യെസ്, അപ്പോൾ ഇതെത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വൃത്തത്തിൻ്റെ ഭാഗം തന്നെ അത് അടിയിലൊരു വൃത്തം വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അതുകൊണ്ടാണ് അടിയിലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ഡിസ്ക് വെക്കുന്നത്. ഓക്കെ, ഇതാണ് 1/3 1/4 ചേർത്ത് വെച്ചാൽ കിട്ടുക. അപ്പോൾ നമ്മൾ നേരത്തെ മുമ്പ് അളന്നതുപോലെ തന്നെ അളന്ന് നോക്കണം. നേരത്തെ 6 വെച്ചായിരുന്നു നമ്മൾ അളന്നത്, 6 വെച്ച് അളക്കുന്നു. അപ്പോൾ ഇവിടെ 6 വെച്ചളന്നാൽ LCM 6 എടുത്താൽ, അതായത് സമച്ഛേദമാക്കുമ്പോൾ പൊതുവായ ഛേദം 6 ആണ് എടുക്കുന്നതെങ്കിൽ 3/1 റെഡിയാണ്, 1/3 റെഡിയാണ്, 6ൽ 2 ഭാഗമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ 1/4 അത് പറ്റുന്നില്ല. അപ്പോൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ചിലയോരിക്ക് പറ്റും, ചിലയോരിക്ക് പറ്റുന്നില്ല. 1/3 എന്ന് പറഞ്ഞ കഷ്ണത്തിന് 6 പറ്റും, 1/4 അത് പറ്റില്ല. ഇവിടെ രണ്ടും കൂടെ പറ്റുന്ന ആരാന്നതിന് നമ്മൾ നോക്കണം. 6ന് പകരം 8 എടുത്താലും ഇത് തന്നെയാണ് സ്ഥിതി. 6ന് പകരം 8 എടുക്കുകയാണ്. 8 എടുക്കുമ്പോൾ എന്താണ്? 8 എടുക്കുമ്പം ഇതാ 1/4 അത് പറ്റും. 1/4 2/8 മാറി. പക്ഷേ 1/3 അത് ചേർന്ന് നിൽക്കുന്നില്ല. ഈ വര ഒന്നിക്കെങ്കിൽ ഈ വര അത് കൃത്യമായിട്ട് ഈ ബോർഡറിൽ വന്നാൽ മാത്രമേ നമുക്കതുകൊണ്ട് കാര്യമുള്ളൂ. അപ്പോൾ 3/1 4/1 കൂട്ടാൻ 6 പറ്റില്ല, 8 പറ്റില്ല. ഇനി 10 എടുത്താൽ ഇത് രണ്ടിനെയും പറ്റില്ല. 10 എടുത്തിട്ട് നോക്കാം. 10 എടുത്താൽ ഇത് രണ്ടിനെയും പറ്റില്ല എന്നുള്ള ബോധ്യമായി. യെസ്, അപ്പോൾ ഇനി നോക്കേണ്ടത് 12ആണ്. 12 തുല്യ ഭാഗമാക്കിയത് 1 2 3 4 5 6 7 8 9 10 11 12. അപ്പോൾ ഇവിടെ എങ്ങനെയല്ലാണ് മാറ്റം വന്നത്? 3/1 ഇപ്പോൾ മാറി എന്തായി? 4/12 1/3 സമം 4/12, 1/4 സമം 3/12. ഒന്നും കൂടെ 1/3 എന്ന് പറഞ്ഞാൽ 4/12 ആണ്, 1/4 എന്ന് പറഞ്ഞാൽ 3/12 ആണ്. രണ്ടും 12ലേക്ക് വന്ന്. അപ്പോൾ 12ൽ എത്ര എന്നുള്ളതാണ്. 12ൽ എത്രയാണ് നമുക്ക് നോക്കാം. 1 2 3 4 പ്ലസ് 1 2 3. അപ്പോൾ 4 3 7. എത്രയിൽ? 12ൽ. ആകെ 12ആണുള്ളത്. അപ്പോൾ 12ൽ 7. അപ്പോൾ ഒരൊറ്റ ഉദാഹരണം കൊണ്ട് നമ്മൾ ജനറലൈസ് ചെയ്യരുത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂടുതൽ ഉദാഹരണങ്ങൾ ഇത് തന്നെ നമ്മൾ കുറക്കുന്നതിന് എങ്ങനെയാണ് എടുക്കാൻ നോക്കുക. 1/3 കുറക്കണം 1/4. യെസ്, 1/3 നിന്ന് നമ്മൾ 1/4 കുറക്കുകയാണ്. 1/3ൻ്റെ മേലെ 1/4 വെക്കുകയാണ്. 1/4 വെച്ചതിന് ശേഷം ഇതാ ഈ ബാലൻസ് 1/4 എത്ര ബാക്കിയുണ്ടോ എന്ന് ഇവിടെ നോക്കിയാൽ കാണാം. അതും നമുക്ക് ഇതേ മാതിരി 12 വെച്ച് അളന്ന് നോക്കിയാൽ കൃത്യമായിട്ട് കിട്ടും. എന്താ? അപ്പോൾ 12ൽ ഒരു ഭാഗം 1/12, 1/3 മൈനസ് 1/4 ഈസ് ഈക്വൽ ടു 1/12 ആവുന്നത് കൃത്യമായിട്ട് കുട്ടിക്ക് കാണാം. യെസ്, അപ്പോൾ ഇത് നമ്മളെ പാഠഭാഗത്ത് പറയുന്ന അത്തരത്തിലുള്ള സമച്ഛേദീകരണം നടത്തിക്കൊണ്ട് തന്നെയാണ് പൊതുവായ ഛേദം ഏതാണെന്ന് കണ്ടെത്തുക. അപ്പോഴാണ് എന്തുകൊണ്ടാണ് 8 പറ്റാത്തത്, 10 പറ്റാത്തത്, 6 പറ്റാത്തത്, 12 പറ്റുന്നത്? 12 എന്തുകൊണ്ടാണ് പറ്റുന്നത് അത് നോക്കട്ടെ. അപ്പോഴാണ് ഈ ഛേദങ്ങൾ, ഒന്നിൻ്റെ ഛേദം 4 ഒന്നിൻ്റെ ഛേദം 3. അത് തമ്മിൽ എന്ത് ബന്ധമാണ് ഉള്ളതെന്ന് നോക്കുകയാണ്. എന്ത് ബന്ധമാണ്? അത് തമ്മിൽ ഗുണിച്ചാൽ കിട്ടുന്നതാണ്. അതായത് 2 ഛേദങ്ങളെ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 12 കിട്ടും.
അതുകൊണ്ടാണ് 12 സ്യൂട്ടാകുന്നത്. 1/2 1/3 കൂട്ടുമ്പോൾ 6 റെഡിയായി വന്നത് 2ഉം 3ഉം ഗുണിച്ചാൽ 6 കിട്ടും എന്നുള്ളതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ 2ൻ്റെയും 3ൻ്റെയും ഗുണിതമാണ് 6. അപ്പോൾ 2നും പറ്റും 3നും പറ്റും. ഇവിടെ 3നും പറ്റും, 1/3നും പറ്റും, 1/4നും പറ്റും. കാരണം എന്താ? 3 ഗുണിക്കണം 4, 2ൻ്റെയും ഗുണിതമാണ് 12. ഇനി ഛേദം 1 ആയതിന് മാത്രമേ ഇത് പറ്റൂ എന്നുള്ളൊരു സംശയമുണ്ട്. നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് 1/3 കൂട്ടണം 2/9. ഇപ്പോൾ 2/9 എന്ന് പറഞ്ഞാൽ എന്താ? 1നെ 9 തുല്യ ഭാഗമാക്കിയതിൽ 2 ഭാഗം, അതാണല്ലോ. അപ്പോൾ 1 2 3 4 5 6 7 8 9 തുല്യ ഭാഗമാക്കിയതിൽ 2 ഭാഗം. അപ്പോൾ അതിൽ 2 ഭാഗമാണ് എടുക്കേണ്ടത്. ഇതാ ഞാൻ 2 ഭാഗം എടുക്കുകയാണ്. 9ൽ 2. അപ്പോൾ നമ്മളെ ചോദ്യം എന്തായിരുന്നു? 1/3 കൂട്ടണം 1/3 കൂട്ടണം 2/9. 1/3 കൂട്ടണം 2/9. യെസ്, ഇതാണല്ലോ. ഇത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് എത്ര വെച്ച് അളക്കുക? ഇതെന്തായാലും പകുതിയല്ല. പകുതിയാണെങ്കിൽ നേരെ വരുമായിരുന്നു. പകുതിയല്ല, പകുതിയിനകണം കൂടുതലുണ്ട്. എന്നാലും ഒന്നും മുഴുവനായിട്ടുമില്ല, 3/4 ഭാഗവും അല്ല. അപ്പോൾ ഇത് എത്ര വെച്ച് അളക്കേണ്ടി വരും? നമ്മൾ നേരത്തെ പറഞ്ഞ രൂപത്തിലാണെങ്കിൽ ഇതിന് 2നും പറ്റുന്ന ഛേദം ഏതായിരിക്കും? 1/3 2/9. ഛേദങ്ങൾ ഏതല്ല? 3 9. അപ്പോൾ 3നും 9നും പറ്റുന്ന ഛേദം ഏതാണ്? അത് സംശയമില്ല, 9 തന്നെയാണ്. അപ്പോൾ അവിടെ 3 ഗുണിക്കണം 9 27 അല്ല എടുക്കുന്നത്. 3നും 9നും പറ്റുന്ന ആ പൊതുഛേദത്തിൽ, പൊതുവായ ഛേദങ്ങളിൽ ഏറ്റവും ചെറുത് ഏതാണോ അത് 9 ആണ് അല്ലേ? 9 എന്ന് പറഞ്ഞാൽ 3 3 9. 1നെ 9 തുല്യ ഭാഗമാക്കിയത്. ഇതാ ഇവിടെ നമുക്ക് കൃത്യമായി കാണാം. 9 വെച്ച് അളന്നപ്പോൾ 3ൽ 1 9ൽ 3 മാറി. ഇനി 2/9 അത് 2/9 ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആകെ 9 ആയി. ആകെ 9ൽ എത്രയാണ്? 1 2 3 1 2 3 2 5. 9ൽ 5 ഭാഗം. ഇത് തന്നെ കുറയ്ക്കുന്ന സമയത്ത് നമുക്കെടുക്കാം. 1/3 കുറക്കണം -2/9. 1/3 -2/9 എത്രയാണ് കിട്ടുന്നത് നോക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 3നും 9നും പറ്റിയ LCM പൊതുഛേദം 9 ആണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ 9 വെച്ച് അളന്ന് നോക്കുകയാണ്. ഇതാ ഇപ്പോൾ 9ൽ 1 ഭാഗം 1/9. അപ്പോൾ 1/3 -2/9. ഇപ്പോൾ ഛേദം അംശത്തിൽ വ്യത്യാസമുണ്ട്, ഛേദത്തിലും വ്യത്യാസമുണ്ട്. അപ്പോൾ എങ്കിലും നമുക്ക് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട് 1/9 ഭാഗമാണ്. 1/3 -2/9 സമം 1/9. 1/4 1/6 തമ്മിൽ കൂട്ടുകയാണ്. 1/4 + 1/6 എങ്ങനെയാണ് ഈ രൂപത്തിൽ ചെയ്യാമെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ആദ്യം 1/4. യെസ്. ഇനി അടുത്തത് 1/6. 1/6 എന്ന് പറഞ്ഞാൽ 1നെ 6 തുല്യ ഭാഗമാക്കിയതിൽ 1 ഭാഗം. ഇതാണ്. അപ്പോൾ 1/4 + 1/6 ആണിത്. അപ്പോൾ ഇവിടെ 1/4 അത് കൃത്യമായിട്ട് കാണാം. 1/6 ഇത് രണ്ടും ചേർത്ത് വെച്ചാൽ, എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിലാണെങ്കിൽ 2 ഛേദങ്ങളും തമ്മിൽ ഗുണിച്ചിട്ടാണ് LCM പൊതുഛേദം കണ്ടത്. പക്ഷേ എല്ലാ സ്ഥലത്തും അങ്ങനെയല്ല. പൊതുഛേദം രണ്ടും കൂടെ ഗുണിച്ചിട്ടല്ല എല്ലാ സ്ഥലത്തും. പിന്നെയോ പൊതുവായ ഛേദം, പൊതുവായ ഗുണിതം എന്ന് വെച്ചാൽ അതിൽ ഏറ്റവും ചെറുത്, പൊതുഗുണിതങ്ങളിൽ ഏറ്റവും ചെറുതാണ് നമ്മൾ എടുക്കേണ്ടത്. യെസ്. മറ്റൊരു രൂപത്തിൽ പറഞ്ഞാൽ ഇതെത്ര എടുക്കേണ്ടി വരും? ഗുണിക്കുന്നതാണെങ്കിൽ 4 6 6 4 24 എടുക്കേണ്ടത്. പക്ഷേ 24 എടുക്കണ്ട. നമ്മൾ എന്താണ് നോക്കുന്നത്?
4ൻ്റെ ഗുണിതങ്ങൾ എഴുതുന്നു അല്ലെങ്കിൽ പറയുന്നു. 4, 8, 12, 16. ഇനി 6ൻ്റെ ഗുണിതങ്ങൾ പറയുന്നു. 6, 12, 18. അപ്പോൾ ഇത് രണ്ടിലും വരുന്നതാണ് 12 എന്ന് കുട്ടി കണ്ടെത്തുകയാണ്. അപ്പോഴാണ് 12 എടുത്ത് അളന്നു നോക്കുക. അപ്പോൾ 2 ഛേദത്തിനും പറ്റുന്നതാണ് 12. പൊതുഛേദം അതിലേറ്റവും ചെറുത്. അപ്പോൾ 1/4 + 1/6 സമം ഉത്തരം ഇതാണ്. 1, 2, 3, 1, 2. 3ഉം 2ഉം 5. എത്രയിൽ? 12ൽ. 5/12. അപ്പോൾ 1/4 3/12 മാറി. 1/6 2/12 മാറി. അപ്പോൾ ഛേദം 2ഉം 12 തന്നെ. അപ്പോൾ 12ൽ 3 + 12ൽ 2 സമം 5/12. 12ൽ 5 ഭാഗം. വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാം. ഇത് തന്നെ ഇവിടെ കുറക്കാൻ ഉപയോഗിക്കുക. 1/4 മൈനസ് 1/6. 1/4ൽ നിന്നും 1/6 മൈനസ് ചെയ്യാണ്. അപ്പോഴും നമുക്കിത് തന്നെ പ്രയോഗിക്കാം. 12 വെച്ച് നമ്മൾ അളക്കുകയാണ്. അപ്പോൾ കൃത്യമായിട്ട് ഇവിടെ 12ൽ ഒരു ഭാഗം 1/12. 1/4ൻ്റെ മേലെ 1/6 വെച്ചപ്പോൾ ബാക്കി വന്ന ബാലൻസ് അത് 12ൽ ഒരു ഭാഗമാണ്. 1/12 ഭാഗം. ഇനി വ്യത്യസ്ത ഛേദമുള്ള 3 ഭിന്നസംഖ്യകൾ ഒരുമിച്ച് വന്നാലോ? അതെങ്ങനെയാണ് ഇത് ഉപയോഗിച്ച് ചെയ്യുക? വ്യത്യസ്ത ഛേദങ്ങളുള്ള 3 ഭിന്നസംഖ്യകൾ. ഉദാഹരണത്തിന് 1/3. 1/3 എന്ന് പറഞ്ഞാൽ 1നെ 3 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. അടുത്തത് 1/4. 1/4 എന്ന് പറഞ്ഞാൽ 1നെ 4 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. യെസ്. പിന്നെയോ 1/6. 1/6 എന്ന് പറഞ്ഞാൽ 1നെ 6 തുല്യ ഭാഗമാക്കിയതിൽ ഒരു ഭാഗം. യെസ്. ഇത് 3. ഇത് 3ഉം ചേർത്ത് വെക്കുകയാണെന്ന് വെച്ചാൽ ഈ 3 ഭിന്നസംഖ്യകളും കൂട്ടുകയാണ്. 3 സംഖ്യകളുടെയും ഛേദം വ്യത്യസ്തമാണ്. ഛേദം വ്യത്യസ്തമായ 3 ഭിന്നസംഖ്യകൾ നമ്മൾ കൂട്ടുകയാണ്. 1/3, 1/4, 1/6. അപ്പോൾ ഇവിടെ പരിശോധിക്കുന്ന നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ തൊട്ട് 3നും പറ്റുന്ന പൊതുഗുണിതം ഏതാണെന്ന്. 3നും പറ്റുന്ന ഗുണിതം 3ൻ്റെതാണെങ്കിൽ 3, 6, 9, 12, 15. 4ൻ്റെതാണെങ്കിലോ 4, 8, 12, 16 അങ്ങനെ പോകുന്നു. 6ൻ്റെതാണെങ്കിലോ 6, 12, 18, 24 ആ രൂപത്തിൽ പോകുന്നു. അപ്പോൾ ഇവിടെ 3ലും കൂടി വന്നത് ഏതാണ്? 12 ഇവിടെ വരുന്നുണ്ട്. 3, 4, 12. 4, 3, 12. അവിടെയും 12 വന്നു. 6, 2, 12. ഓക്കെ. അപ്പോൾ 3 സ്ഥലത്തും 12 വരുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ട് ഇതെത്രയാണെന്ന് നോക്കാം. ഇത് നമുക്കിവിടെ ഉത്തരം കിട്ടിക്കഴിഞ്ഞ് യെസ്. 1/3 4/12 മാറി. 1/4 3/12 മാറി. 1/6 2/12 മാറി. അപ്പോൾ വ്യത്യസ്ത ഛേദമുള്ള 3 സംഖ്യകൾ തമ്മിൽ കൂട്ടുമ്പോൾ LCM അല്ലെ പൊതു ഛേദങ്ങളിൽ ഏറ്റവും ചെറുത് എങ്ങനെ കണ്ടെത്തി എടുക്കണം എന്നുള്ളതിൻ്റെ വിഷ്വലാണ്. യെസ്. അപ്പോൾ 4 + 3 + 2. 4, 3, 7, 7, 2, 9. എത്രയിൽ? 12ൽ 9. 9/12. അപ്പോൾ 1/3 + 1/4 + 1/6 അത് കൂട്ടിയാൽ നമുക്ക് കിട്ടുക
9/12 എന്ന് നമുക്ക് കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുക.